ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ ഡെർബി മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗാർനാച്ചോ റാഷ്ഫോർഡ് വിഷയത്തെക്കുറിച്ചുമാണ് ഗായ്സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലാസ്റ്റ് ഡെർബി മത്സരത്തിൽ റാഷ്ഫോർഡ് ഗാർനാച്ചോ എന്തുകൊണ്ട് പ്ലേ ചെയ്തില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് സ്ക്വാഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗായ്സ്, ഡേവിഡ് ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടത്, ഓൾറെഡി റൂബൻ അമോറിം ഒരു ഫിക്സ്ഡ്, അതായത് ആദ്യ 11 ഫിക്സ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക്കലി പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു. അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഗാർനാച്ചോ റാഷ്ഫോർഡ്, അതുകൊണ്ടാണ് ഇവരെ സ്ക്വാഡിൽ നിന്ന് തന്നെ ഉൾപ്പെടുത്താത്തത് എന്നാണ് അമോറിം അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി ഇവർ പ്ലേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതായത് ഫസ്റ്റ് ലെവലിൽ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം റാഷ്ഫോർഡിനായാലും ഗാർനാച്ചോക്കായാലും ആദ്യം തന്നെ അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അപ്പോൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗാർനാച്ചോയുടെ ബ്രദറാണ് ഇത് ലീക്ക് ചെയ്യുന്നത്. ഗാർനാച്ചോയുടെ ബ്രദർ ലീക്കാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഗാർനാച്ചോ പറയുന്നത് കൊണ്ടല്ലേ ബ്രദർ അറിയുന്നത്. അതിൻ്റെ ഒരു മെയിൻ കാരണം കൊണ്ടാണ് ഈ രണ്ട് പ്ലെയറിനെയും സ്ക്വാഡിൽ തന്നെ ഉൾപ്പെടുത്താത്തതെന്ന് എന്നാണ് ഡേവിഡ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് അടുത്ത മാറ്റർ എന്താണെന്ന് വെച്ചാൽ റാഷ്ഫോർഡ് വിഷയം. റാഷ്ഫോർഡ് ക്ലബ്ബ് വിടുന്നു, ഇറ്റ്സ് ഫോർ ന്യൂ ചലഞ്ച് എന്ന് റാഷ്ഫോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു വണ്ടർ കിഡായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് റാഷ്ഫോർഡ് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് റാഷ്ഫോർഡ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, പക്ഷെ ആ ഒരു ഫോം നിലനിർത്താനോ, അത് മാത്രമല്ല അതിൻ്റെ ഒരു പകുതി ഫോം വരെ ഇപ്പോൾ ഒരുപാട് ലാസ്റ്റ് 2 സീസൺ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിനെ പറയുന്നത് ഓക്കെ, ഒരു കോച്ചിൻ്റെ കീഴിലായതുകൊണ്ട് ആ ഒരു കോച്ചിൻ്റെ ഗെയിം പ്ലേക്ക് സെറ്റ് ആവുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇപ്പം എത്ര കോച്ചസ് വന്നു, ഹോസെ മൗറിനോ വന്നു, അതുപോലെ തന്നെ സോൾഷ്യർ വന്നു, എറിക് ടെൻ ഹാഗ് വന്നു, നെസ്റ്റൽ റോയ് വന്നു. എല്ലാവരും റാഷ്ഫോർഡിന് പ്ലെയിൻ ടൈം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് റാഷ്ഫോർഡിൻ്റെതായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു നെസ്റ്റൽ റോയ് പോലെ ഒരു ലെജൻഡോ അല്ല റൊണാൾഡോ ഉണ്ടാക്കിയ ഇമ്പാക്റ്റോ അല്ല ടവസോ, അർജൻറ്റീനൻ പ്ലെയറായ ടവസോ, നാനിയോ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് പോലും, ചെറിയൊരു ഇമ്പാക്റ്റ് എന്നല്ല, ഇത്രയും ലോങ് ടേം ആയിട്ടും, ഇത്രയും ലോങ് ഓൾമോസ്റ്റ് 5-8-6 വർഷത്തിന് അടുപ്പിച്ചിട്ടായി റാഷ്ഫോർഡ് പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത്രയും ടൈം കിട്ടിയിട്ട് പോലും എന്തുകൊണ്ടാണ് റാഷ്ഫോർഡിന് ആ ഒരു എന്താ പറയുക, ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റാത്തത്? അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലബ്ബ് വിടുന്നത് തന്നെ ആയിരിക്കും. കാരണം എനിക്ക് ഓഫ് ദ പിച്ചിൽ കാണാൻ പറ്റുന്ന കാര്യം, ഒരു ഭയങ്കര ഒരു ലേസി ആയിട്ട് പ്ലേ ചെയ്യുന്നതായിട്ട് എനിക്ക് അധികം മത്സരത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്ത സമയത്ത് എനിക്ക് അധികം മത്സരത്തിലും കാണാൻ പറ്റിയൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വന്ന അമാദ് ആയാലും, അതുപോലെ തന്നെ ഉഗാട്ടെ ആയാലും, ലിസാൻഡ്രോ ആയാലും, ഗാർനാച്ചോ ആയാലും, ഇവരും ഗോൾ അടിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇവർ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. കാരണം അത് ഗെയിം ഒരു വീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്, റിസൾട്ട് അല്ല, മാക്സിമം പൊരുതുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി എനിക്ക് പേഴ്സണലി ഇപ്പോൾ 2 സീസണുകളായിട്ട് റാഷ്ഫോർഡിൽ നിന്ന് ഇതുവരെ കാണാൻ പറ്റാത്തൊരു സംഭവം. ആ ഒരു കണക്കിന് ഇപ്പോൾ ആ ഒരു റാഷ്ഫോർഡിനെ വെച്ച് കമ്പയർ ആണെങ്കിൽ ഇപ്പോൾ ഗാർനാച്ചോ ഒക്കെ വന്നിട്ട് 2 സീസൺ കൊണ്ട് ഗർനാച്ചോൻ്റെ ആ ഒരു സ്ഥാനം അവിടെ നിലനിർത്തി. കാരണം അണ്ടർ-19 തന്നെയാണ് ഗാർനാച്ചോ വരുന്നത്. പക്ഷേ ചെറിയൊരു ടൈം കൊണ്ട് തന്നെ, കാരണം എത്ര കോച്ചസ് ചേഞ്ചായി. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എറിക് ടെൻ ഹാഗ് ആയാലും, എറിക് ടെൻ ഹാഗ് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ടൈം കിട്ടിയത് ഗാർനാച്ചോക്ക്. പക്ഷേ എറിക് ടെൻ ഹാഗ് പോയി, എറിക് ടെൻ ഹാഗിന് ശേഷം ഇപ്പോൾ നെസ്റ്റൽ റോയ് വന്നപ്പോൾ നെസ്റ്റൽ റോയും പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എറിക് ടെൻ ഹാഗിൻ്റെ കയ്യിൽ നല്ല രീതിയിൽ നല്ല ഫോമായിരുന്നു. കാരണം ബിഗ് മാച്ച് പ്ലെയർ ആയിട്ട് ഞാൻ പറയും. ഇപ്പോൾ ഗാർനാച്ചോനെ പറയുകയാണെങ്കിൽ നല്ലൊരു ബിഗ് മാച്ച് പ്ലെയർ ആയിട്ട് ഞാൻ പറയും. കാരണം ഇപ്പോൾ ടെൻ ഹാഗിൻ്റെ കീഴിൽ നിന്ന് ലഭിച്ച 2 ട്രോഫി ആയാലും, ആ ട്രോഫി ഫൈനൽ ഗോൾ സ്കോർ ചെയ്തത് സബ്ബായിട്ട് വന്നാലും, ഇപ്പോൾ ഗാർനാച്ചോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നു കഴിഞ്ഞാലും അതിൻ്റേതായ ഒരു ഗെയിം പ്ലേ നമുക്ക് അത് ശരിക്കും ലൈവിൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് ഗാർനാച്ചോൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ. അതിപ്പോൾ ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും
ഓഫ് ദ പിച്ചിലുള്ള ആ ഒരു പെർഫോമൻസ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം മാക്സിമം എഫേർട്ട് ചെയ്യുന്നുണ്ട് ആ കാരണം പറ്റുന്ന ആ ഒരു 100% കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് കാണുന്ന ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ആ ഒരു സംഭവം റാഷ്ഫോർഡിൽ നിന്ന് കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ക്ലബ്ബ് വിടുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ആ ഒരു മെൻറ്റാലിറ്റി മാറാൻ ഒന്നാമത് ഇപ്പോഴത്തെ കോച്ച് അമോറിം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയത് അമോറിം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കുന്നതായാലും ഡ്രസ്സിങ് റൂമിലായാലും ആറ്റിറ്റ്യൂഡായാലും എല്ലാം അമോറിം വീക്ഷിക്കുന്നുണ്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അമോറിം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ക്ലബിൻ്റെ ലെജൻഡാണെന്നൊക്കെ സ്വയം തോന്നുകയാണെങ്കിൽ ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് അതിന് മുമ്പോട്ട് എന്തായാലും പോകാൻ വേണ്ടി സാധിക്കില്ല. റാഷ്ഫോർഡിനെ വെച്ചിട്ടാണ് പറയുന്നത്, ഗാനാച്ചോൻ്റെ വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷെ അമോറിം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഷ്ഫോർഡിന് യുണൈറ്റഡിന് ആവശ്യമുണ്ട്. അതായത് റോമൻ അമോറിമിൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ റാഷ്ഫോർഡിന് റോളുണ്ട്. പക്ഷേ ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണെങ്കിൽ റാഷ്ഫോർഡ് വിട്ടുപോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് ഡെർബി മത്സരത്തിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ളൊരു പ്ലേയിങ് സ്റ്റൈലൊന്നും എനിക്ക് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു യുണൈറ്റഡ്. സിറ്റിയും വലിയ പറക്കുന്ന പെർഫോമൻസ് ഒന്നും അല്ല പറയുന്നത്. പക്ഷേ ഒരു യുണൈറ്റഡിൻ്റെ എന്നോടിപ്പോൾ പേഴ്സണലി ചോദിച്ചാൽ ഞാൻ ഒരു ലക്ക്, കാരണം ഈ സിറ്റിയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു വീഴ്ച കൊണ്ട് മാത്രമാണ് നമ്മൾ ജയിച്ചത്. കാരണം ആ ഒരു സെൻറ്റർ ബാക്കോ റൈറ്റ് ബാക്കോ, കാരണം സിറ്റിയുടെ മണ്ടത്തരങ്ങൾ അവിടെ തുടങ്ങാൻ കാരണം എന്താ, സിറ്റിയുടെ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഗാർഡിയോളൻ്റെ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നത് ജാക്ക് ഗ്രീലിഷും അത് നല്ല ഫോമിൽ കളിക്കുന്ന ഡുക്കുവിനെ കേട്ടിട്ട് ഒരു ഫോമില്ലാതെ ജാക്ക് ഗ്രീലിഷിനെ പിച്ചിലേക്ക് അയച്ചു. അതുപോലെ തന്നെ വേറെ കെയ്ൽ വാൾക്കർ, നല്ല എക്സ്പീരിയൻസ് ഉള്ള കെയ്ൽ വാൾക്കറിനെ സബ് ചെയ്തിട്ട് വേറെ ഒരു പുതിയ റൈറ്റ് ബാക്ക് പ്ലേസ് ചെയ്ത് ആ റൈറ്റ് ബാക്കിൻ്റെ കയ്യിൽ നിന്നാണ്, എനിക്ക് പേര് ഓർമ്മയില്ല, ആ ഒരു പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് പറ്റുന്നത്. ഓക്കെ, മിസ്റ്റേക്ക് പറ്റിയിട്ട് പിച്ചിൽ പോയിട്ട് അതും ബോക്സിൽ പോയിട്ട് ആരെങ്കിലും ടാക്കിൾ ചെയ്യുമോ? അമാദ് അവിടെ സ്ലോ ആയിട്ട് നിന്നിട്ടില്ല. എനിക്ക് ആ ഒരു ഫീൽ ചെയ്ത് അമാദിനൊന്ന് എന്ത് ചെയ്യണമെന്ന് തോന്നില്ല. കാരണം ഡിഫെൻസീവിൽ ആരുമില്ല, ഫ്രണ്ടിൽ ഗോളി മാത്രമേ ഉള്ളൂ. അമാദ് ശരിക്കും അങ്ങനെ ഒരു അറ്റാക്കിങ് പ്രതീക്ഷിക്കുന്നേ ഇല്ല. അപ്പം അങ്ങനെ സിറ്റിയുടെ കയ്യിൽ നിന്നൊരു മണ്ടത്തരം ഗാർഡിയോളനെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ, കോച്ചിനെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കോച്ചിൻ്റെ കയ്യിൽ നിന്നൊരു മണ്ടത്തരം കിട്ടിയത് കൊണ്ട് മാത്രം ആ ഒരു ഗോള് പെനാൾട്ടി കിട്ടി, ബ്രൂണോ ഗോളാക്കി. അതുപോലെ തന്നെ ബ്രൂണോക്ക് അതിന് മുന്നേ ഒരു നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടിയതാണ്. പക്ഷെ അത് ബ്രൂണോക്ക് ഗോളാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുപോലെ തന്നെ രണ്ടാമത് എനിക്ക് ആ ഗോളിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കുന്നത്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് ലിസാൻഡ്രോ മാർട്ടിനസിനെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം മാർട്ടിനസിൻ്റെ ആ ഒരു പാസ്സാണ്. കാരണം സെൻറ്റർ അത്യാവശ്യം ബോക്സിൻ്റെ ഒരു കുറച്ച് പിറകിലായിട്ടാണ് ലിസാൻഡ്രോ മാർട്ടിനസ് ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അവിടെ വേറൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസ് നല്ലൊരു ടൈമിങ് കിട്ടി. കാരണം ആരും അറ്റാക്ക് ചെയ്യാനോ വേറൊന്നും എന്ത് ചെയ്യണം എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു നല്ല സമയം കിട്ടി ലിസാൻഡ്രോ മാർട്ടിനസിന്. അത് നല്ല രീതിയിൽ അത് യൂസ് ചെയ്തു. ലിസാൻഡ്രോ മാർട്ടിനസ് നല്ല രീതിയിൽ യൂസ് ചെയ്തു. ആ കൊടുത്ത പാസ് പെർഫെക്റ്റ്, നല്ലൊരു പാസ്സായിരുന്നു ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. പക്ഷേ അമാദ് നല്ല രീതിയിൽ തന്നെ അത് ഫിനിഷ് ചെയ്തു. പക്ഷെ അതും എനിക്ക് പറയാനുള്ളത് ജോസ്കോ ഗാർഡിയോളും ഡാസിൻ്റെയും കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം അത്രയും ചിപ്പ് ചെയ്തിട്ട് ഗോളിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓൾറെഡി അമാദ് ബോൾ ചിപ്പ് ചെയ്തു, ഗോളി ഫ്രണ്ടിലാണ് ഉള്ളത്, ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോളാണ്. പക്ഷേ അവിടെ ശരിക്കും ബാലൻസ്ഡ് ആയില്ല. അമാദ് ശരിക്കും ബാലൻസ്ഡ് ആയില്ല. അമാദ് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആ ഷൂട്ട് കണ്ട എല്ലാവർക്കും അറിയാം അതത്ര പവർഫുൾ കിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ശരിക്കും സിറ്റിയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു ഡിഫെൻസീവ്ലി വന്ന നല്ല ഒരു വീക്ക് പോയിൻ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ ജയിച്ചത്. അപ്പോൾ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ട് ഇനിയിപ്പോൾ ചെൽസിയുടെ അപ്പുറം കളി വരുന്നുണ്ട്, ലിവർപൂളിൻ്റെ അപ്പുറം കളി വരുന്നുണ്ട്. അപ്പോൾ
എന്തുകൊണ്ടാണ് അതുപോലെ ഡിയാലോ ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് ഞാൻ LMF പൊസിഷനിൽ ഡിയാലോ ആണ് പ്ലേ ചെയ്തത്. എന്ത് കണ്ടിട്ടാണ് അമോറിം അവനെ അവിടെ പ്ലേസ് ചെയ്തത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇതുവരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഡിയാലോ, പോർച്ചുഗീസ് പ്ലെയർ, അമാദല്ല ഡിയാലോ. ഇതൊക്കെയാണ് ഗായ്സ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് എന്തായാലും അതും അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന പ്ലെയർ മസ്റാവി മാത്രമാണ്. കാരണം എല്ലാ ആളിലും എറിക് ടെൻ ഹാഗിനെ കൊണ്ട് കിട്ടിയ ഒരു വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ മസ്റാവിനെ സൈൻ ചെയ്തതാണ്. കാരണം അതൊരു ജിന്നാണ് ഗൈസ്. മസ്റാവിനെ കുറിച്ചിട്ട് പറയുന്നെങ്കിൽ അതൊരു ജിൻ തന്നെയാണ്. കാരണം പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് സിറ്റി ആണെങ്കിലും ശരി, എത്ര വലിയ ബിഗ് മാച്ചിലാണെങ്കിലും ചങ്ങായി ചെയ്യേണ്ട കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്യും. ഡിഫെൻസീവിലായാലും ശരി, ഒഫെൻസീവിലായാലും ശരി. പക്ഷെ ഡുക്കുവിൻ്റെ റേഞ്ച് എന്നാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഡ്രിബ്ലിങ്ങിൽ ഡുക്കുവിനെ എനിക്കിപ്പം കറൻ്റ്ലി പറയുകയാണെങ്കിൽ ഡുക്കുവിനെ വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഫിസിക്കലി വെൽ സെറ്റാണ്. അതുപോലെ ഡ്രിബ്ലിങ് എന്ന് പറഞ്ഞാൽ ഒരു നെയ്മറിൻ്റെ വേറെ വേർഷനാണ്. ഓൾഡ് നെയ്മർ, ഇപ്പോഴത്തെ നെയ്മറല്ല, ബാഴ്സലോണയിൽ കളിച്ച സമയത്തുള്ള നെയ്മറിൻ്റെ വേറെ വേർഷൻ. ആ ഒരു നെയ്മറിൽ കിട്ടിയ ഫിസിക്കും കൂടി, ആ ഒരു ഡുക്കുവിൻ്റെ ഫിസിക്ക് നെയ്മറിന് കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതെല്ലാം കൂടി കിട്ടിയ ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയത് ഡുക്കു. അപ്പോൾ ആ ഒരു ഡുക്കുവിനൊക്കെ ഡിഫെൻസ് ചെയ്തിട്ട് ഇത്രയും സമയം ബ്ലോക്ക് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അപ്പോൾ മസ്റായിയുള്ള ആ ഒരു ഫോം അത് എടുത്ത് പറയേണ്ട തന്നെ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് മാഞ്ചസ്റ്ററിൽ ചില സമയത്തൊന്നും ഡൗൺ ആവുന്നുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്തായാലും ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ റാഷ്ഫോർഡിന് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. കാരണം മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. ഈ ഇപ്പോൾ ഡിലൈറ്റ് ആണെങ്കിലും ലിസാൻഡ്രോ ആണെങ്കിലും മസ്റാവി ആണെങ്കിലും 90 മിനിറ്റ്സ് അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. മിസ്റ്റേക്ക് എല്ലാ പ്ലേയേഴ്സിനും പറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മളൊരു പിച്ചിൽ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കണ്ടേ. ആ ഒരു ഫീലിങ്സാണ് റാഷ്ഫോർഡിൽ നിന്ന് കിട്ടാത്തൊരു സംഭവം. അപ്പോൾ റാഷ്ഫോർഡ് ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ റാഷ്ഫോർഡ് ക്ലബ്ബ് ഓടും തന്നെയാണ് ഗായ്സ് നല്ലത്. അപ്പോൾ ഗായ്സ് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.